മൗലവിന്റെ സാദും മആദും രണ്ടും ഞാൻ ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. സാദുൽ മആദ് എന്ന ഗ്രന്ഥം മുജാഹിദുകൾ അവരുടെ ഏറ്റവും വലിയ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാകവാഹകൻ എന്ന് പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയുടേതാണ് സാദുൽ മആദ്. ആ സാദുൽ മആദിൽ പറഞ്ഞ സുന്നത്തുകളൊക്കെ കൈയൊഴിക്കുന്നവരാണ് ഈ മൗലവിമാർ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ ഓതുമ്പോൾ ഒരു വടി അല്ലെങ്കിൽ ഒരു വില്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചിരുന്നു എന്ന് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അത് ഇവർ ചെയ്യാറില്ല. കൂട്ടത്തിൽ ഞാൻ കൂട്ടുപ്രാർത്ഥനയെ സംബന്ധിച്ച് ഉദ്ധരിക്കുമ്പോൾ ഞാൻ എടുത്തുദ്ധരിച്ചു ഇബ്നുൽ ഖയ്യിമുൽ ജൗസി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ വാചകം. ആദ്യമായിട്ട് ഞാൻ അത് നാലാമത്തെ തെളിവ് പറഞ്ഞതൊന്ന് കേൾക്കട്ടെ. കേട്ടോ മൗലവിമാരെ, നിങ്ങളുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാക വാഹകനെന്ന് നിങ്ങളെ മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിം, ആ ഇബ്നുൽ ഖയ്യിം ഇബ്നു തൈമിയയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് എഴുതുന്നു, എന്തായിരുന്നു, ലാ യഉമ്മു അബ്ദുൻ ഖൗമൻ ഫയഖുസ്സു നഫ്സഹു ബിദഅവത്തിൻ ദൂനഹും ഫഇൻ ഫഅല ഫഖദ് ഖാനഹും. ഒരാൾ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചിട്ട് ആ നിസ്കരിച്ചവൻ മഅ്മൂമിങ്ങളെ കൂട്ടി പ്രാർത്ഥന നടത്താതെ ഒറ്റക്ക് പ്രാർത്ഥിച്ചാൽ അവൻ മഅ്മൂമിങ്ങളെ വഞ്ചിച്ചവനായി എന്ന് പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ച് നിങ്ങളെ നേതാവ് പറഞ്ഞ, ഞാൻ പറഞ്ഞതല്ല, പറയാണ് ഹാദൽ ഹദീസു ഇൻദി ഫി ദുആഇ അല്ലദീ യദ്ഉ ബിൽ ഇമാമു ലിനഫ്സിഹി വലിൽ മഅ്മൂമീന. മഅ്മൂമിങ്ങൾക്ക് വേണ്ടിയും സ്വന്തം ശരീരത്തിന് വേണ്ടിയും ഇമാം ദുആ ചെയ്യുന്ന ദുആയെ സംബന്ധിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. വയസ്തരികൂന ഫീക ദുആഇൽ ഖുനൂതി വനഹ്വിഹി. ഖുനൂത്തിന്റെ ദുആയിലും മറ്റു ദുആയിലും ഇമാമിന്റെ കൂടെ ആമീൻ പറഞ്ഞ് കൂടുകയാണ് വേണ്ടതെന്ന് നിങ്ങളെ ഇബ്നു തൈമിയ്യ അതാ പറയുന്നു, ഇബ്നുൽ ഖയ്യിം ഉദ്ധരിക്കുന്നു. അപ്പൊ ഖുനൂത്തും ഉണ്ടേ മൗലവിമാരെ, കൂട്ടുപ്രാർത്ഥനയും ഉണ്ടേ മൗലവിമാരെ. അത് ഈ കൂട്ടുപ്രാർത്ഥന നടത്തിയില്ലെങ്കിൽ, ഖുനൂത്ത് ഇമാം ഉറക്കെ മറ്റുള്ളവരെ കൂട്ടായിട്ട് ഓതിയിട്ടില്ലെങ്കിൽ ഫഖദ് ഖാനഹും, മഅ്മൂമിങ്ങളെ വഞ്ചിച്ച ഇമാമാണെന്ന് നിങ്ങളെ നേതാക്കന്മാർ എഴുതി വെച്ച കിതാബാണ് മൗലവിമാരെ. ഇതാണ് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞത്. അതിന് മൗലവി പറയുന്ന മറുപടികളാണ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അയാൾ ആദ്യം തന്നെ ഒന്നാമത്തെ കളവ്, മൗലവിയുടെ കളവ് നമ്പർ 1 നോക്കിക്കോളൂ. അയാൾ പറയുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ അവിടെ പറയുന്നത് എന്ന് അയാൾ പറയും. നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണോ അവിടെ പറയുന്നത്? ഖുനൂത്തിന്റെ ദുആ പോലെയും അത് പോലോത്ത ദുആ പോലെയും എന്നാ പറഞ്ഞത്. അത് പോലോത്ത ദുആ നിസ്കാരത്തിലുള്ളതാണോ? അല്ല. കാരണം അതിന്റെ ആദ്യത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താണ്, നിസ്കാരത്തിൽ ഏകവചനം കൊണ്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആയും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതന്നെ. അപ്പൊ നിസ്കാരത്തിലെ ദുആയെ സംബന്ധിച്ചല്ല ചർച്ച. അത് അതിന്റെ ആദ്യ ഭാഗം വായിക്കുന്ന ആർക്കും മനസ്സിലാകുന്നതാണ്. അതൊന്ന് വെച്ചു കൊടുക്കുമ്പോനെ പറ്റിച്ചതല്ലേ എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ മറുപടി പറയാം. കിതാബിൽ നിങ്ങൾ വായിച്ച ഉദ്ധരണി അത് നിസ്കാരത്തിന്റെ ശേഷമുള്ള ഉദ്ധരണിയാണോ, അതോ നിങ്ങൾ പറ്റിച്ചതല്ലേ ഈ ജനങ്ങളെ? ഇബ്നുൽ ഖയ്യിം ആ വാചകം ഉദ്ധരിക്കുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ? ഇബ്നുൽ ഖയ്യിം ആ വാചകം ഉദ്ധരിക്കുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ? അല്ല അല്ല, മൗലവിയാണ് മുജാഹിദുകളെ പറ്റിച്ചിട്ടുള്ളത്. മൗലവിയാണ് പറ്റിച്ചിട്ടുള്ളത്. നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണെന്ന് അവിടെയുമില്ല, ഒരു സ്ഥലത്തുമില്ല. മൗലവിയുടെ ജീവൻ പോകുന്നത് വരെ അത് തെളിയിക്കാനും സാധ്യമല്ല. ഖുനൂത്തിനെ സംബന്ധിച്ചും ഖുനൂത്ത് പോലെ ഇമാമും മഅ്മൂമീങ്ങളും നടത്തേണ്ടുന്ന മറ്റു ദുആകളെ സംബന്ധിച്ചുമാണെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ച് മാത്രമാണെന്ന് എവിടെയെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉദ്ധരണി ഇബ്നുൽ ഖയ്യിമിൽ നിന്നെടുത്തുദ്ധരിക്കൂ മൗലവി.
ഇബ്നു തൈമിയ്യ നിന്നെടുത്തൊന്ന് ഉദ്ധരിക്കൂ മൗലവി. മറിച്ച് ഇബ്നുൽ ഖയ്യിം വ്യക്തമായി അതിന്റെ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. വൽ മഹ്ഫൂദു ഫീ അദ്ഹിയതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി സ്വലാത്തി കുല്ലിഹാ ബിലഫ്ളിൽ ഇഫ്റാദി. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ സർവ്വ ദുആകളും അതാ ഒറ്റക്കുള്ള പ്രാർത്ഥനയാണ്, കൂട്ടുപ്രാർത്ഥന അല്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇബ്നുൽ ഖയ്യിം ഇത് പറയുന്നത് തന്നെ. അത് മൂടി വെച്ചിട്ടല്ലേ മൗലവി മുജാഹിദുകളെ പറ്റിച്ചിട്ടുള്ളത്. പറ്റിക്കുന്നത് മൗലവിയാണേ മുജാഹിദേ. ഇനി കേട്ടോ സലഫി നുണ നമ്പർ 2. നിങ്ങൾ പറ്റിച്ചതല്ലേ ഇവിടെയുള്ള ജനങ്ങളോട്. ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ അത് പറയുന്നത് എവിടെയാണെന്ന് കൂടി പറയട്ടെ. ഇമാം നിസ്കാരത്തിൽ ദുആ ചെയ്യുന്ന അധ്യായത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ മൗലവി പറഞ്ഞതുപോലെ ഇമാം നിസ്കാരത്തിൽ ദുആ ചെയ്യുന്ന അധ്യായം അങ്ങനെ ഒരധ്യായം തന്നെ സാദുൽ മആദിൽ ഇല്ല. ഇമാം നിസ്കാരത്തിൽ ദുആ ചെയ്യുന്ന അധ്യായം അങ്ങനെ ഒരധ്യായം സാദുൽ മആദിൽ ഇല്ല. മറിച്ച് നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ സർവ്വ ദുആകളും ഏകവചനത്തിന്റെ വാചകം കൊണ്ടാണെന്ന് പറയുന്ന ഫസ്ലിൽ, ആ ഫസ്ലിലാണ് ആ ഹദീസ് കൊണ്ടുവരുന്നത് തന്നെ. നേരെ തിരിച്ചാണ് മൗലവി പറഞ്ഞത്. കളവാണ് മുസ്ലിമീങ്ങളെ. ഈ മൗലവി കള്ളം പറയുകയാണ് മുസ്ലിമീങ്ങളെ. ഞാനത് വായിച്ചു കേൾപ്പിച്ചില്ലേ? ഫസ്ലുൻ വൽ മഹ്ഫൂദു ഫീ അദ്ഇയതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സ്വലാത്തി കുല്ലിഹാ ബിലഫ്ളിൽ ഇഫ്റാദ്. നിസ്കാരത്തിലുള്ള മുഴുവൻ പ്രാർത്ഥനകളും ഏകവചനം കൊണ്ടുള്ള പ്രാർത്ഥനകളാണ്, കൂട്ടുപ്രാർത്ഥനയല്ല എന്ന അധ്യായത്തിലാ പറയും. അവിടെ ഇമാമിന്റെ പ്രാർത്ഥനയുടെ അധ്യായം എന്ന അധ്യായം തന്നെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ നടത്തിയ മുഴുവൻ പ്രാർത്ഥനകളും ഏകവചനം കൊണ്ടുള്ളതാണ്, കൂട്ടുപ്രാർത്ഥനയല്ല, നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്ന അധ്യായത്തിൽ അതുള്ളത്. എന്നിട്ട് നേരെ തിരിച്ച് പച്ചക്കള്ളം പറഞ്ഞതാണ് മൗലവി. ഇനി കേട്ടോളൂ മൗലവിയുടെ നുണ നമ്പർ 3. ഇബ്നുൽ ഖയ്യിം ആ ഉദ്ധരണി രേഖപ്പെടുത്തുന്നത് ഇമാമിന്റെ നിസ്കാര ശേഷമുള്ള ദുആ എന്ന അധ്യായത്തിലല്ല. അങ്ങനെ ഒരു അധ്യായം സാദുൽ മആദിൽ വേറെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടെ കള്ളത്തരമാണെന്ന്? ഇപ്പോൾ തന്നെ മനസ്സിലാക്കി വെച്ചോളൂ പറഞ്ഞത് കള്ളത്തരമാണെന്ന്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് അദ്ദേഹം പറഞ്ഞ കള്ളം കേട്ടില്ലേ നിങ്ങൾ? എന്താ അദ്ദേഹം പറഞ്ഞത്? ഇബ്നുൽ ഖയ്യിം ആ ഉദ്ധരണി രേഖപ്പെടുത്തുന്നത് ഇമാമിന്റെ നിസ്കാര ശേഷമുള്ള ദുആ എന്ന അധ്യായത്തിലല്ല. അങ്ങനെ ഒരു അധ്യായം സാദുൽ മആദിൽ വേറെ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ മൗലവി. ലോകത്തിന് വരെ അച്ചടിച്ചു വന്ന ഏതെങ്കിലും ഒരു സാദുൽ മആദിൽ നിങ്ങൾക്ക് അങ്ങനെ കാണിക്കാൻ കഴിയുമോ? ലോകത്തിന് വരെ അച്ചടിച്ചു വന്ന വല്ല സാദുൽ മആദിലും ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദിൽ അങ്ങനെ ഒരു ഉദ്ധരണി അല്ലെങ്കിൽ അങ്ങനെ ഒരു അധ്യായം, എന്തധ്യായം? ഇമാമിന്റെ നിസ്കാര ശേഷമുള്ള ദുആ എന്ന അധ്യായം, അങ്ങനെ ഒരു അധ്യായം വേറെ വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ മൗലവി. എവിടെ വരുന്നുണ്ട്? ഏത് കിതാബിൽ വരുന്നുണ്ട്? സാദുൽ മആദിൽ അങ്ങനെ ഒരു ബാബ്, ഒരു അധ്യായം, ഒരു ഫസ്ല് മൗലവി കാണിച്ചു തന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കയ്യിന്റെ അടിയിൽ രോമം പറിച്ചു തരും കേട്ടോ. പച്ചക്കള്ളം പറയുകയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ശുദ്ധ നുണ ഇങ്ങനെ തട്ടിവിടുകയാണ്. ഇത് ശുദ്ധ നുണയാണ് മുസ്ലിമീങ്ങളെ, തർക്കമില്ലാത്ത നുണ. എന്നിട്ട് കള്ളത്തരമല്ലേ എന്ന് മൂപ്പര് ചോദിക്കുന്നുണ്ട്. ശരിയാണ്, മൂപ്പര് പറയുന്നത് കള്ളത്തരം തന്നെയാണെന്ന് ഇതാ വെളിച്ചത്തായിരിക്കുന്നു. സാദുൽ മആദിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇമാമിന്റെ നിസ്കാര ശേഷമുള്ള ദുആ അങ്ങനെ ഒരു അധ്യായമേ ഇല്ല. ഇനി കേട്ടോ അടുത്തത് മൗലവിയുടെ നുണ നമ്പർ 4.
മൂപ്പര് പറയാൻ പോകുന്നത് സാദുൽ മഹാദി എന്ന കിതാബിൽ ഇമാമ് നിസ്കാരത്തിന്റെ ശേഷം ചെയ്യേണ്ട മര്യാദകൾ, ദിക്ർ ദുആകൾ അത് ശേഷം തന്നെ വേറെ അധ്യായമായിട്ട് ഉണ്ടേ മുസ്ലിയാക്കളെ എന്നാ മൂപ്പര് പറയാൻ പോകുന്നത്. എന്താ മൂപ്പര് പറയുന്നത്? സാദുൽ മഹാദി എന്ന കിതാബിൽ ഇമാമ്, ശരിക്കും മനസ്സിലാവും, ഇമാമ് നിസ്കാരത്തിന്റെ ശേഷം ചെയ്യേണ്ട മര്യാദകൾ, ദിക്ർ ദുആകൾ അത് ശേഷം തന്നെ വേറെ ഒരു അധ്യായമായിട്ട് ഉണ്ടേ മുസ്ലിയാക്കളെ എന്നാണ് അയാൾ പറയുന്നത്. അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ മറുപടി പറഞ്ഞുതരാം. വെച്ചോട്ടവനെ സാദുൽ മആദ് എന്ന കിതാബിൽ ഇമാം നിസ്കാരത്തിന്റെ ശേഷം ചെയ്യേണ്ടുന്ന മര്യാദകൾ, ദിക്ർ ദുആകൾ അത് ശേഷം തന്നെ വേറെ അധ്യായമായിട്ടുണ്ടേ മുസ്ലിയാക്കളെ. അങ്ങനൊരു അധ്യായം ഇല്ലേ മുജാഹിദുകളെ? അങ്ങനൊരു അധ്യായം ഇല്ലേ സലഫികളെ?